friends, welcome back to Viniz World. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഡ്രിങ്കാണ്. 2 സ്പൂൺ ഗോതമ്പ് പൊടി കൊണ്ട് 2 ഗ്ലാസ് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 4 ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അതിനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോകാനോ അടി പിടിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ, ഏകദേശം ഒന്ന് മിക്സായി കുറുകി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇത് കുറുക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അതായത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എത്രയും തണുപ്പ് വേണോ അത്രയും കട്ടിയുള്ള പാൽ ഒഴിക്കാം കേട്ടോ, പിന്നെ തിക്നെസ്സും കൂടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം. 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ട് അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷേക്ക് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് അടിച്ചു വെച്ച ഷേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഉള്ള ആപ്പിളും കൂടി അതിൻ്റെ മീതയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്തി വെച്ചേക്കണ കസ്കസ് കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചെറി ഇട്ട് കൊടുക്കാം. ഇപ്പം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പാലൊഴിച്ച് കൊടുക്കല്ലോ, അത് നല്ല കട്ടിപ്പാലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഷേക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.